ഇന്ന് രാവിലെ മുതൽ ഈ ദൃശ്യമാധ്യമങ്ങൾ, ചില മലയാള ദൃശ്യമാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തൊരു വാർത്തയുണ്ട്. അയ്യപ്പ ഭക്തരുടെ സ്പോട്ട് ബുക്കിംഗ് നിർത്തിയെന്ന്. പക്ഷെ അത് വാർത്ത വ്യാജമാണ് എന്ന് ജനം TV പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ആ വാർത്തയുമായി ഗൂഗിൾ നമുക്കൊപ്പം ചേരും. കാരണം ഈ സ്പോട്ട് ബുക്കിംഗ് പ്രവർത്തനം മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. നിലയ്ക്കൽ, പമ്പ, എരുമേലി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലൊക്കെ കേന്ദ്രങ്ങളുണ്ട് എന്നാണ് ഗൂഗിൾ രമേശ് പറയുന്നത്. നമുക്ക് ഗൂഗിളിനോട് തന്നെ ആരായാം. ഗൂഗിൾ, അപ്പം അങ്ങനെ തന്നെയല്ലേ, സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളൊന്നും നിർത്തിയിട്ടില്ല, ബുക്കിംഗ് തുടരുക തന്നെയാണ്, കേന്ദ്രങ്ങളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും മനു, അതായത് പമ്പയിൽ ഇത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തി എന്ന തരത്തിലായിരുന്നു രാവിലെ വാർത്ത വന്നിരുന്നത്. അത് സ്വാമിമാർക്കടക്കം തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്തിട്ടുണ്ട്. പല പോലീസ് ഉദ്യോഗസ്ഥരും ആ വാർത്ത കണ്ട് നിലയ്ക്കലിലടക്കം ഇപ്പോഴും തീർത്ഥാടകരോട് പറയുന്നുണ്ട്, അതായത് പമ്പയിൽ ബുക്കിംഗ് ഇല്ല, നിലയ്ക്കൽ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോകണം എന്ന രീതിയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനൊരു വ്യക്തത വരേണ്ടതുണ്ട്, അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പമ്പയിൽ ഇപ്പോഴും സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. തിരക്ക് കുറവും പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം നിലയ്ക്കലിൽ ഈ സ്പോട്ട് ബുക്കിംഗ് കൂടുതലായിട്ട് നടക്കുന്നത് കൊണ്ടാവാം പമ്പയിൽ എന്തായാലും സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ അധികം തിരക്ക് കാണുവാനായിട്ട് സാധിക്കാത്തത്. എന്തായാലും പമ്പയിൽ നിലവിൽ ഇപ്പോഴും സ്പോട്ട് ബുക്കിംഗ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലത്തെ പമ്പയിലെ കാഴ്ചകൾ പരിശോധിക്കുകയാണെങ്കിൽ രാവിലെ നല്ല ഒഴുക്ക് തീർത്ഥാടകരുടെ ഉണ്ട്. നല്ല രീതിയിൽ, നല്ല സംഖ്യയിൽ തീർത്ഥാടകർ പമ്പയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ടും ഒപ്പം പോലീസ് അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. നല്ല തിരക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്യൂ കോംപ്ലക്സുകളൊക്കെ നിറഞ്ഞ് തീർത്ഥാടകർ നിൽക്കുകയാണ്. പക്ഷേ സാഹചര്യം ഇന്നലത്തേതിൽ നിന്നും അല്പം വ്യത്യാസമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയുകയില്ല. കാരണം പോലീസിൻ്റെ കൺട്രോളിൽ നിന്നും ഇന്നലെ ഈ തിരക്ക് കൈവിട്ടു പോയൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഇന്ന് ഒരുപക്ഷെ പോലീസിൻ്റെ കൺട്രോളിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെ തിരക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. തിരക്ക് അധികം ഉണ്ടെങ്കിൽ പോലും ഇന്നലത്തേതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. തീർത്ഥാടകർക്ക് ഒത്തിരി നേരം അല്ലെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കി പരമാവധി വേഗത്തിൽ തന്നെ ക്യൂ കോംപ്ലക്സുകൾ ഒഴിപ്പിച്ച് വിടുന്നുണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന ദൃശ്യങ്ങൾ പമ്പ ഗണപതി ക്ഷേത്രത്തിന് തൊട്ട് മുമ്പ് പമ്പ നദിയുടെ തീരത്തുള്ള മണപ്പുറത്തുള്ള ക്യൂ കോംപ്ലക്സ് ആണ്. ഇവിടെ തീർത്ഥാടകർ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സംഖ്യയിലുള്ള ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിയതിനു ശേഷമായിരിക്കും ഇവരെ തുറന്നു വിടുന്നുണ്ടാവുക. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഈ ദർശനത്തിനായിട്ട് ഇവരെ നീക്കി തുടങ്ങുന്ന കാര്യങ്ങൾ എന്തായാലും പോലീസ് ഇന്ന് രാവിലെ മുതൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഖ്യ വർദ്ധിച്ചു വരുന്നത് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നല്ല ഒഴുക്ക് രാവിലെ മുതൽ തന്നെ സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ പമ്പയിലേക്ക് അടക്കം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. നിലയ്ക്കലിൽ ഈ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളടക്കം വലിയ തിരക്ക് ഉണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ ക്യൂ കോംപ്ലക്സ് തുറന്നുവിട്ട് തീർത്ഥാടകർ ഗണപതി ക്ഷേത്രത്തിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകളുണ്ട്. അധികം മണിക്കൂറുകൾ ഇന്നലത്തേതുപോലെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഇന്നലെ രാവിലെയൊക്കെ ഈ സമയത്ത് മണിക്കൂർ കണക്കിന് ഇവിടെ ക്യൂ നിൽക്കുകയായിരുന്നു. ഒന്നും തുറക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ക്യൂ കോംപ്ലക്സുകൾ തുടരുകയായിരുന്നു. എന്തായാലും ഇന്ന് ആ ഒരു സാഹചര്യത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ പോലും ചെറിയ രീതിയിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയുമില്ല. ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രണം കയ്യിൽ വന്നെങ്കിൽ പോലും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ, വിപുലീകരിക്കുന്നതിൽ ഇനിയും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. ആ വീഴ്ച അതുപോലെ തന്നെ തുടരുകയാണ്. കാരണം പമ്പയിലടക്കം നമ്മൾ ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ശുചിമുറികളുടെ ഒരു അഭാവം. അത് ഈ ടോയ്ലറ്റ് ബ്ലോക്കുകൾ മതിയായ വണ്ണം അല്ലെങ്കിൽ മതിയായ സംഖ്യയിലില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോഴും തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഉള്ള ഈ ശൗചാലയ ബ്ലോക്കുകളിലേക്കൊക്കെ കയറുമ്പോൾ പോലും അതൊക്കെ വളരെ മലിനമായിട്ട് തന്നെ കിടക്കുകയാണ്. അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പോലും അവിടെ ആ ക്യൂ കോംപ്ലക്സുകൾ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം കുടിവെള്ളം എന്തായാലും ഇന്നലത്തെ ആ പ്രശ്നത്തിന് ശേഷം ഈ ക്യൂ കോംപ്ലക്സുകളുടെ പല ഭാഗങ്ങളിലും കുടിവെള്ളം കൊടുക്കുന്നുണ്ട്. അത് മല കയറി ചെല്ലുന്ന സമയത്തുമൊക്കെ തന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പമ്പയിലെ ആദ്യ മണിക്കൂറുകളിൽ വലിയ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമില്ല ഇന്നലത്തേതുപോലെ. എങ്കിൽ പോലും നല്ല തിരക്ക്, ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പമ്പാ നദി അത് ശുചീകരിക്കുന്ന നടപടികളൊന്നും ഇനിയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലത്തേതിന് സമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് പമ്പാ നദി കിടക്കുന്നത്. മലിനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ്. അതായത് തീർത്ഥാടകർ ഉപേക്ഷിച്ച് പോകുന്ന മാലിന്യങ്ങളൊക്കെ അതേപടി തന്നെ കിടക്കുകയാണ്. സാധാരണഗതിയിൽ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പമ്പാ നദി ശുചീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ അന്ന് ലൈവത്തോണിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഇപ്പോഴും സമാനമായിട്ടുള്ള സാഹചര്യം പമ്പാ നദിയിൽ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി പ്രശ്നങ്ങൾ, ഇന്നലെ ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിന് ചെറിയ പരിഹാരമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ മണിക്കൂറിൽ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ ഈ അടിസ്ഥാന സൗകര്യമൊക്കെ അത് ഉറപ്പാക്കുമെന്നാണല്ലോ അന്ന് സംഗമത്തിൽ വലിയ വായിൽ പ്രസംഗിച്ചത് എമാന്മാരൊക്കെ. പക്ഷെ അതൊക്കെ അവർ മറന്നുപോയോ എന്നുള്ളൊരു ചോദ്യം മാത്രം നമുക്ക് ഇപ്പോഴും ഉണ്ട് ഗൂഗിൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭക്തർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കും ആരായം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ ജനം ടി വിയിലൂടെ ഭക്തരൊക്കെ പ്രതികരിച്ചിരുന്നു. അതിൽ അന്തർ സംസ്ഥാന ഭക്തർ ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു. അവരുടെ ദുരിതകഥകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ജനം ടി വി എത്തിച്ചിരുന്നു. ഇന്നും നമുക്ക് പറയാനുണ്ട് എന്താണ് ഈ ദർശനം ലഭിച്ച് അവിടെ നിന്ന് മടങ്ങുന്നവർക്ക് പറയാനുള്ളത്. അതിൽ